പാട് നോക്കിട്ട് പറയണ്ട. സൈഡ് വേണം. ഞാൻ ഗസ്റ്റ് അല്ലേ, ഗസ്റ്റിനാണ് പ്രയോഗം. ഡിക്ക് എടുത്ത് കാണിക്കും. എല്ലാം നിനക്ക് തരാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാനാണ് ഇന്നത്തെ ഗസ്റ്റ്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മീതു വാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമല്ല കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു Q&A ഇടണമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു Q&A ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതേ ഫൈനലി ഞാൻ മിഥുനൊക്കെ ഇവിടെ ഈ മനുഷ്യനെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുള്ളത്. ഓക്കെ കാണാം, നമുക്ക് കാണാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് പല പല ഡൗട്ടുകളുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സിന് ശേഷം ഒരൊറ്റൊരു പോക്കായിരുന്നു, ഒരു 25 വരെ ഒറ്റൊരു നിൽക്കാണ്ടൊരു പോക്കായിരുന്നു. മതി, ഓവറാക്കണ്ട. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ദിവസം 1000 സബ്സ്ക്രൈബേഴ്സിലും വെച്ച് കൂടുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഞാൻ പുതിയൊരാളാണ്, എന്നെക്കുറിച്ച് അറിയില്ല, മിഥുനെ കുറിച്ച് അറിയില്ല, ഞങ്ങളെ ഫാമിലി അറിയില്ല, ഞങ്ങൾ ഇവിടെ കാനഡ എങ്ങനെ എത്തി, കാനഡയിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ പല 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 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിപ്ലൈ കൊടുക്കുക. അതിനേക്കാൾ വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാണോ, അല്ലെങ്കിൽ ഞാൻ ആ ഒരാളെ കോപ്പി അടിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത്, അല്ല എൻ്റെ ശബ്ദം ഇങ്ങനെ തന്നെ ആണോ. എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം? നീ അഭിപ്രായങ്ങൾ പറയല്ലോ, നീ എന്നാ റിപ്ലൈ കൊടുക്കുകയല്ലായിരിക്കും, അത്രയല്ലേ? അവർക്ക് നിന്റെ റിപ്ലൈ ആണ് ആവശ്യം. ഓക്കെ, അപ്പൊ നീ ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല, ഇവിടെ വെറുതെ വന്നില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമുക്ക് ഓർഡറിൽ തന്നെ പോവാം. ഫസ്റ്റത്തെ യൂട്യൂബിൽ ഈ ഷോർട്സിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ റിപ്ലൈ ആർക്കും കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യുമ്പോൾ നൈറ്റ് സ്കൈ. അപ്പോ നൈറ്റ് ഫ്യൂരി ഉണ്ടാവും, വീഡിയോ കാണാനിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് നമ്മളെ നൈറ്റ് സ്കൈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി, ഹു വാസ് യുവർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? അത് ഇങ്ങനെ ഒരു കൊട്ട് എന്തത്? നല്ലത്. ഓക്കെ, അപ്പൊ ഞാനല്ലേ ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് ഏകദേശം 6 കൊല്ലമായിട്ടുണ്ടാവും. ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് പണ്ടേ എനിക്ക് ഈ ആങ്കറിങ്ങും അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ആങ്കറിങ്ങും കാര്യങ്ങളും ഞാനൊരു ചാനലിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന്. കാരണം ടിക്ടോക്കിന്റെ ടൈമിൽ ഞാൻ അത്ര ഫേമസ് ആയിട്ടില്ലാന്ന്. എല്ലാവരും ഫേമസ് ആവുന്ന ടൈമല്ലേ. ഞാനും കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തിയിട്ടില്ല. പക്ഷെ അതിന് മാത്രം വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈം എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എന്താ പറയാ സ്റ്റാറായി നിൽക്കുന്ന ആ ഒരു ടൈം. ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും നമ്മൾ അറിയപ്പെടണം. അതായത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നീ ചിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ മിഥു ഇടും. അന്നേരം നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാനാ സജസ്റ്റ് ചെയ്തത്. നീ റീൽസും ടിക്ടോക്ക് ഭയങ്കരമായിട്ട് നീ ചെയ്തോണ്ടിരിക്കുമ്പോ ഭയങ്കരമായിട്ടല്ല, നീ ടിക്ടോക്ക് ചെയ്ത് വൈറലാവാന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോ ഞാനാ പറഞ്ഞത് നിനക്ക് ടിക്ടോക്കിനെക്കാട്ടി നല്ലത് നിനക്ക് യൂട്യൂബ് ചാനൽ. ഇത് എന്നോട് പറഞ്ഞു നീ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ, അതാണെങ്കിൽ നിനക്ക് പറ്റിയൊരു ഫീൽഡ് ആണെന്ന് മിഥു അങ്ങനെ പറഞ്ഞു. ഞാൻ ചാനൽ തുടങ്ങി മാസം കണ്ടിന്യൂസ് വീഡിയോ ഇടും, പിന്നെ ഒരു വലിയ ഗ്യാപ്പ്, പിന്നെ ആദ്യം ഇടും ഗ്യാപ്പ്, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യൻ തന്നെയാണ്. അല്ല, സപ്പോർട്ട് ചെയ്തത് മിഥുവാണ്. ഒരാളല്ല നിന്റെ ഉള്ളില് ഫെയിം മറ്റേ എന്താ പറയണ്ടേ, നീ പറഞ്ഞ പോലെ ആരെങ്കിലും ആയി തീരണം, ആൾക്കാരെ ചെയ്യണമെന്നില്ല നിന്റെ തീവ്രമായ ഒരു ആഗ്രഹം. കുറച്ച് പൊക്കി പറയുന്നതാണ് കേട്ടാ. അപ്പൊ അതായിരുന്നു ചാനൽ തുടങ്ങാൻ ഒരു ഇത്. എന്നെ അടുത്തത് മുഹമ്മദ് റസാലിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആൻസർ പറയും. ഇതിന്റെ ആൻസർ കറക്റ്റ്. നീ കള്ളത്തരെ പറയൂ, ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏജ് എത്രയാണ്? ഏജ് ഇപ്പം 24 കഴിഞ്ഞു.
ഒരു 2 മാസം കഴിഞ്ഞാൽ 25 പൂർത്തിയാവും. ഓക്കെ. ഇനി അടുത്തത് ചേച്ചി ഉണ്ടാക്കിയതിൽ വെച്ച് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ്. ചേച്ചി ഉണ്ടാക്കിയതിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതോ? ചേച്ചിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല ബിരിയാണി തന്നെയാണ്. ചേച്ചി ഉണ്ടാക്കിയതില് ഇതിനിടയ്ക്ക് ഒരു മറ്റേ പൊട്ടറ്റോ ചിക്കനോ അതൊക്കെ കൂടി ഉണ്ടാക്കിയില്ലേ, അത് തന്നെ അതായിരിക്കും എനിക്ക് തോന്നുന്നു. അതും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണി രണ്ടും ഞാൻ പറഞ്ഞു. കഴിവ് അല്ലേ മിതു, ഞാൻ എന്താക്കിയാലും ടേസ്റ്റ്. അടുത്തത് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി? 2 ഇയേഴ്സ്. ഈ ഡിസംബർ ആയി, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാലോ. ക്രിസ്മസിന് എന്താ പ്ലാൻ? എങ്ങനെ എന്നെ ചൊറിയാം, അതാണോ എന്റെ പ്ലാൻ? എങ്ങനെ അടി ഉണ്ടാക്കാം. ക്രിസ്മസിന് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടാ, അതിപ്പൊ നമ്മൾ പറയുന്നില്ല, വേണ്ട. ക്രിസ്മസിന് ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് ആ സമയം കുറച്ച് ദിവസം കൂടെ അല്ലേ, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും. ഓക്കെ. പ്ലേസ് എവിടെയാ? സഹല ഷബീർ PKC. സഹല ഷബീർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ് എവിടെയാ? ഇപ്പൊ നിലവിൽ നമ്മൾ കാനഡയിലാണ് ഉള്ളത്. നാട്ടിൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാട്ടില് കണ്ണൂരാണ്. കണ്ണൂർ പ്രോപ്പർ പറയുകയാണെങ്കിൽ പയ്യന്നൂരാണ്. പയ്യന്നൂരില് തായ്നേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. തായ്നേരി എന്ന് പറയുന്ന അതിമനോഹരമായ, നമ്മളെ പയ്യന്നൂർ ടൗണിൽ ജസ്റ്റ് 1 കിലോമീറ്ററിൽ ഉണ്ടാവും. 1 കിലോമീറ്റർ. മിഥുവിന്റെ നിന്നും കുറച്ച് ഉള്ളോട്ടായി, ഗ്രാമം, അള്ളിപ്പാടി. ഇൻസ്പിറേഷൻ കാരണമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത് ചോദിച്ചിട്ടുള്ളത് അദ്വൈത, നല്ല പേര്, അദ്വൈത. ഫസ്റ്റ് മീറ്റപ്പ് ആൻഡ് ചോദിച്ചാണ്. ആയിരിക്കല്ലോ, അതായില്ല നമ്മളെ ഫസ്റ്റ് മീറ്റപ്പ്. പറ. സ്ഥിരം കമന്റ് ഇടുന്ന ഒരാളാണ്. സ്റ്റോറി പറയുകയോ ചെയ്തില്ല, സ്റ്റോറി ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു വലിയ യൂട്യൂബ് വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കിക്കോ. അടുത്തത് യുവർ ഫസ്റ്റ് മീറ്റപ്പ് ആൻഡ് ചോദിച്ചാണ്. ആയിരിക്കല്ലോ, അതായില്ല നമ്മളെ ഫസ്റ്റ് മീറ്റപ്പ്. പറ. അത് നമ്മളെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അറിയാതെ തന്നെ കുറെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഫസ്റ്റ് നീ എപ്പ എന്നെ മീറ്റ് ചെയ്തത് പറ. ഞാൻ പറഞ്ഞില്ല, നമ്മള് നോട്ടീസ് ചെയ്യാണ്ട് നിന്നെ ഞാൻ പണ്ട് സ്കൂളിൽ കണ്ടിട്ടുണ്ട്. അത് കോമഡി ആയിരുന്നേ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മിതു 10ാം ക്ലാസ്സില്. ഒരു ക്ലാസ്സിൽ 2-3 പ്രാവശ്യം പിന്നെ സെയിം സ്കൂളിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. നമ്മൾ പിന്നെയല്ലേ അറിയുക, ആ ടൈമിൽ നമ്മൾ അറിയില്ല. പൈനരി സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആണ്. ഹൈസ്കൂളും UP ഹൈസ്കൂൾ ഇപ്പുറത്തെ സൈഡും റോഡിന്റെ അപ്പുറത്തെ LP പള്ളീൻ്റെ. ഇവരെ ക്ലാസ്സിലുള്ളവരെല്ലാം കൂടിയിട്ട് മഴവെള്ള സംഭരണി പറഞ്ഞിട്ട് നമ്മളെ കോമ്പൗണ്ടിലാക്കിയിട്ടില്ലേ. ആ ടൈമിൽ ഇങ്ങനെ കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് അത് ആക്കിനെന്ന് എനിക്കറിയാം. ആടെയാണ് LP സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരില്ലതെന്ന് മിഥുനറിയാം. ഞാൻ ഇവര് ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ആട്ടിക്കൂട്ടത്തിൽ ചിലപ്പോൾ ഞാൻ മിഥുനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്റെ വയസ്സ് എത്ര വയസ്സുണ്ടാവും? ഞാൻ 4ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോ 8 വയസ്സല്ലേ? 5ാം ക്ലാസ് പഠിക്കുമ്പോ 9 വയസ്സ് കണക്കന്നെ. പിന്നെ എന്നെ 1 വയസ്സ് നേരത്തെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് 8 വയസ്സ്. കറക്റ്റ്. ഞാൻ മാത്സിൽ പണ്ടേ പുലിയാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും പരസ്പരം കണ്ടതെന്ന് വെച്ചാൽ എന്റെ വീട്ടിന്റെ അടുത്ത് കുറിഞ്ഞി പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. നിങ്ങൾ പയ്യന്നൂര്, തൃക്കരിപ്പൂര് ആ ഏരിയയിലുള്ളവർക്കെല്ലാം അറിയായിരിക്കും. അപ്പൊ ആടുന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ ദേവിക ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യുവർ ഫേവറേറ്റ് സബ്സ്ക്രൈബർ സോ ഫാർ? മിഥുനറിയാം. അതിന്റെ ആൻസർ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് കുറച്ച് എന്റെ ഫേവറേറ്റ്സ് എന്ന് പറയാൻ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അല്ലപ്പ ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞ. അപ്പം ഇവരെല്ലാവരും എനിക്ക് ഞാൻ സത്യമായിട്ട് ഇവരെ ഹോണസ്റ്റ് ഞാൻ പറയാം. ആദ്യത്തെ ഒരു വീഡിയോ സാലഡിന്റെ വീഡിയോ കുറച്ച് വൈറലായി തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഞാൻ. അതായത് ഒരു വീഡിയോ ആൾക്കാർ കാണുന്നത് തന്നെ എന്നെ ഇഷ്ടപ്പെടാണ്ട് കണ്ടൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമില് എന്നെ അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചേർത്ത് പിടിക്കാന്നല്ല പറയില്ലേ, അങ്ങനെ പിടിച്ച കുറച്ച് ആൾക്കാർ. അതായത് ഇപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്നു, മിതു, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയുന്നവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് കമന്റ്സിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാളാണ് ദേവിക ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ചൂസ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആളുണ്ട്. പിന്നെ ഒരു ഡിയിൽ തുടങ്ങുന്നുണ്ട്, എനിക്ക് പേര്, അതായത് ഒരു പേരല്ലേ DX എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് പേരറിയില്ല. പിന്നെ സ്വാതി ഉണ്ട്. പിന്നെ ആരായിരുന്നു, മരിയ ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും വന്ന് കമന്റ്സ് ഇടും.
ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവരെല്ലാവരും എനിക്ക് നേരിട്ട് പോയിട്ട് കാണണം, ഇവരോട് എല്ലാവരോടും നേരിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ സാധിക്കട്ടെ. ഇപ്പം ചിലപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെ വിട്ടിട്ടുണ്ടാവേ. ചേട്ടനുണ്ട്, എല്ലാ വീഡിയോസിനും ലവ് 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 ഇടുന്നത്, എല്ലാ വീഡിയോസും മുടങ്ങാതെ ഇടും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ആതിര ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി യുവർ ഏജ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ നിങ്ങളെ അനിയത്തിയായിട്ട് വരും, എനിക്ക് അത്ര വയസ്സൊന്നുമില്ല. പിങ്ക് ആൻഡ് വൈറ്റ് ഏത് സ്കൂളിലാണ് പയ്യന്നൂർ പഠിച്ചത്? ഞാൻ പയ്യന്നൂർ തായ്നേരിയാണ് പഠിച്ചത്. 1 മുതൽ 10 വരെ ഞാൻ തായ്നേരി തന്നെയാണ് പഠിച്ചത്. പിന്നെ +1 +2 ഞാൻ കണ്ടങ്ങാളിയാണ് പഠിച്ചത്. ഈ ടോക്കിംഗ് സ്റ്റൈല് വീഡിയോക്ക് വേണ്ടിയാണോ അതോ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. പറ, ഈ ടോക്കിംഗ് സ്റ്റൈല് വീഡിയോക്ക് വേണ്ടിയാണോ അതോ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറ്? ഇത് പറ. വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ മീൻസ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അമ്മ കുറച്ചും കൂടെ എന്താ പറയണ്ട ഒരു ഹൈ പിച്ചിലാണ് സംസാരിക്കുന്നത്. സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ലോലി സംസാരിക്കും, പിന്നെ മൂഡിനനുസരിച്ച് നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ മാറും. ഇത് പറയുന്നത് ഒരു സാധനം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന അമ്മ ഒരു ടോൺ, അല്ലാണ്ട് നോർമൽ ടോണ് സംസാരിക്കുന്നത് ഇങ്ങനെ മാത്രമൊന്നുമല്ല. നോർമൽ ടോൺ ഇത് ഈ സംസാരിക്കുന്നത്. വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ നോക്കാനുണ്ട്, പിന്നെ സംസാരിക്കാനുണ്ട്, കമൻസ് നോക്കാനുണ്ട്. അപ്പം ഞാൻ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷെ ഞാനൊരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ എൻ്റെ വോയിസിനെ ഭയങ്കരമായിട്ട് എവിടെയൊക്കെ ഹൈ പിച്ച് കൊടുക്കണം, എവിടെയൊക്കെ താത്തി സംസാരിക്കണം, എവിടെയൊക്കെ ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആൾക്കാർ ആയിട്ട് ഒക്കെ തോന്നിയേക്കാം. അതിൽ റിപ്ലൈ ഞാൻ ലാസ്റ്റ് തരാം. ഓക്കെ. പിന്നെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ട് പ്ലീസ് റെക്കമെൻഡ് അതർ ദാൻ കൈരളി ഹോട്ടൽ ബിരിയാണി ആസ് യു സൈഡ് ഇൻ സം വീഡിയോ കണ്ടു വെച്ചിട്ടുണ്ട്. അടുത്ത അമ്മൊരു സ്പോട്ട് പറഞ്ഞാൽ നല്ല അൽഫാം കിട്ടുന്ന ഏതെങ്കിലും സ്പോട്ടായിരിക്കും. ഞാൻ പറയാം, എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്ത് തന്നെ കൈരളി ഹോട്ടൽ. അതിപ്പം മിഥുവിൻ്റെ ആണെങ്കിൽ അതെ, നമ്മളെല്ലാം ഡെയിലി നമ്മൾ പ്ലാൻ ചെയ്യും. നാട്ടിൽ പോയാലും ആദ്യം, അതായത് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കലൊന്നുമില്ല, നാട്ടിൽ പോയാൽ ആദ്യം ലഞ്ചിന് നേരെ കൈരളി ഹോട്ടലിൽ പോകുന്നു, പിന്നെ ബിരിയാണി കഴിക്കുന്നു. നേരെ രാത്രി നമ്മൾ എവിടെയാണ് പ്ലാൻ ചെയ്തത്? ടോപ്പ് ഫാമിലെ പൊറോട്ടയും ചില്ലി ചിക്കനും. അത് മിഥുവിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ റൂസ്റ്ററിലെ അൽഫാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അതൊക്കെ ഇപ്പം എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പം കുറേ നാളായില്ലേ, ഇപ്പം പയ്യന്നൂർ പുതിയ സ്പോട്ട് ഒരു 1.5 വർഷം. പിന്നെ കാദർച്ചൻ്റെ ബിരിയാണി, കാദർച്ചൻ്റെ ബട്ടർ ചിക്കൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖാദർച്ചറ ഹോട്ടലിൽ നമ്മൾ സ്റ്റീക്ക് ഹൗസിലെ മന്തി. എനിക്ക് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അങ്ങനെ 1-2 ഒന്നുമില്ല. എനിക്ക് ഓരോ സംഭവങ്ങൾക്ക് ഓരോ. നമ്മൾ പിന്നെ പയ്യന്നൂർ ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ശും പോയി പെട്ടെന്ന്. അടുത്തത് പയ്യന്നൂരിൽ എവിടെയാ കറക്റ്റ്? പയ്യന്നൂർ തായ്നേരി, കുറിഞ്ഞിന്റെ തൊട്ടടുത്ത്. അടുത്തത് എന്ത് ജോബാ ചെയ്യുന്നേ? അല്ല, ഞാൻ കിൻഡർ ജോയ് ചോദിച്ചില്ല, എന്ത് ജോബാ ചെയ്യുന്നത്? ഞാൻ ഇവിടെ നീയല്ല, അമ്മു. ഞാനൊരു കമ്പനിയില് റിട്ടേൺസിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സെഫോറയുടെ തന്നെ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ റിട്ടേൺസിൽ ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ. അടുത്തത് യുവർ ഏജ് ആൻസർ ചെയ്തു. ഫാമിലി മെമ്പർ, ഹിയർ ഈസ് മൈ ഹസ്ബൻഡ്. ആൻഡ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചാൽ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, അവര് ദുബായിലാണ്, കൊച്ചുണ്ട്, എൻ്റെ എന്താ പറയാ, എൻ്റെ മോൻ അങ്ങനെ തന്നെ പറയണം. കാരണം എന്താ പറയാ, ഞാനാണ് എടുത്ത് വളർത്തിയത് അവനെ. അപ്പൊ അവന്റെ പേരെന്താ വെച്ചാൽ ഹെയ്ഡൻ എന്നാണ് പേര്. മോൻജോ എന്ന് വിളിക്കും. എൻ്റെ വീഡിയോയിൽ തന്നെ അവൻ്റെ ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ടിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫേവറേറ്റ് ഫുഡ്, എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി തന്നെയാണ്. അടുത്തത് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെപ്പന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചാല് മിഥു എൻ്റെ ലൈഫിലേക്ക് എന്താ പറയാ ഒഫീഷ്യലി വരുന്ന ആ ഒരു മൊമെന്റ്, അത് തന്നെയാണ് എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. മുസ്തഫ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ മുഫീദ ജാസ്മിൻ ചോദിച്ചിട്ടുള്ളതാണ്. ജോബ് ഞാൻ പറഞ്ഞു, കണ്ണൂര് ഏത് ഭാഗത്താ? കണ്ണൂര് പയ്യന്നൂർ സൈഡിലാണ്. പിന്നെ നിങ്ങളെ കല്യാണം കഴിഞ്ഞതാണോ? ലിവിങ് ടുഗദർ. കുറച്ച് നാളായി ലിവിങ് ടുഗദർ. കല്യാണം കഴിഞ്ഞാണ് കേട്ടോ. ഈ മാസം 2 വർഷം കംപ്ലീറ്റ് ആവും. അടുത്ത ഫാമിലി മെമ്പേഴ്സ്.
ഞാൻ ഭാര്യ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇല്ല. വേറെ വീട്ടിലെ നാട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അനിയനും അനിയത്തിയും പുറത്താണ്, രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഓരോ സ്ഥലത്തുണ്ട്, എറണാകുളത്ത്, കോഴിക്കോട്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താ ജോബ്? ആൻസർ പറഞ്ഞ ക്വസ്റ്റ്യൻ ആവുന്നു. അടുത്ത നമ്മളെ മരിയന്റെ ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. ലവ് ഫ്രം കൊല്ലം. ഓക്കെ, നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും വരണം ടു കൊല്ലം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇതുവരെ കൊല്ലത്ത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. കൊല്ലം നമ്മള് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ഫ്രണ്ട്സും കൊല്ലത്ത് നിന്നാണ്. നമ്മള് വർക്കിലൊക്കെ എന്തായാലും അടുത്ത ട്രിപ്പിൽ വീട്ടിൽ ആരൊക്കെയുണ്ട് ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞല്ലോ. ഇനി അടുത്തത് യുവർ കാനഡ ജേർണി. വല്ലാത്തൊരു ജേണി ആയിരുന്നു. എന്റേതല്ലേ, മിഥുവിന്റെ എല്ലാം എന്റേതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേണി. കാനഡയില് ഞാൻ പറയാം, ഞാൻ പണ്ടൊരു ദിവസം നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ഇത് നാട്ടിലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇതോട് പറഞ്ഞു കാനഡ പോകണം. ഞാൻ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ കാനഡ എന്നാ. എനിക്ക് ആകെ ഒരു സ്ഥലേ അറിയാം, ഇന്ത്യയുടെ പുറത്ത് അമേരിക്ക പോകണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുക, നേരെ IELTS ചെയ്യുന്നു, കാനഡ വരുന്നു. പിന്നെ ഒരു 3-4 വർഷം ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. എല്ലാ ലോങ് ഡിസ്റ്റൻസിലെയും പോലെ അടിയും കൊത്തും വഴക്കും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. വിസക്ക് അപ്ലൈ ചെയ്തു. ഒരു 3 മാസം കൊണ്ട് വിസ കിട്ടി. 3 മാസം കൊണ്ടല്ല, 3 ആഴ്ച കൊണ്ട്. 3 ആഴ്ച കൊണ്ട് വിസ കിട്ടി. പിന്നെ ആടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒറ്റക്ക് തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോകുന്നതാണ്, ബയോമെട്രിക്സ് എടുക്കാൻ പോയത്. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. ഇതിൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായത്, സജി ഏട്ടൻ്റെ. ഇവരോടൊന്നും ഞാൻ സത്യം പറയാം, ഇത്ര നന്ദി പറഞ്ഞാൽ വീഡിയോയിൽ മതിയാവില്ല എന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഓരോ കാര്യത്തിനും അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും, അവിതയിച്ചായാലും പിള്ളേരായാലും എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ ഞാൻ കാനഡയിലേക്ക് ഞാൻ ഒറ്റക്കാന്ന് വന്നത്. ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ നാടിന്ന് അബുദാബി ടു ഇങ്ങോട്ട്, കോഴിക്കോടേക്ക് അബുദാബി ടു ടൊറന്റോ, ഇതന്നെ. അപ്പോൾ ഇതാണ് അതന്നെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യാത്ര. ഭയങ്കര സിമ്പിൾ ആയിരുന്നു, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പക്ഷെ 1 മണിക്കൂർ ലേയോവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ആകെ ഒരു ബയോമെട്രിക്സും മെഡിക്കലും എടുക്കാൻ പോകണം. അപ്പൊ ഞാൻ വന്ന ജേണി ആണെങ്കിൽ കല്ലും മുള്ളും മറ്റതൊക്കെ നിറഞ്ഞിട്ടാണ് എത്താൻ. നമുക്ക് മിതു കല്ലും മുള്ളൊക്കെ താണ്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. അത് നമ്മളെ സൗമ്യ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, സൗമ്യ CS. ഓക്കെ, അപ്പൊ ഇന്നൂസ് വേൾഡിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാനഡ എങ്ങനെ എത്തി, അത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു. ഹസ്ബൻഡിന്റെ ജോലി പറഞ്ഞാൽ എന്റെ ജോലി. വേറെ ഹസ്ബൻഡ് ഇല്ല. ഞാനിപ്പോ ഒരു മാനുഫാക്ചറിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്നത്, PR-ന്റെ പരിപാടികളൊക്കെ ആയിട്ട് നോക്ക്ബി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇവിടുത്തെ റെസിഡൻസ് ഒക്കെ റെഡി ആയിട്ട് വേണം. എന്റെ ലൈസൻസും പരിപാടിയെല്ലാം എടുക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. എഞ്ചിനീയറിംഗ് ലൈസൻസ് ഒക്കെ നമുക്ക് നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ സെപ്പറേറ്റ് ലൈസൻസ് എടുത്ത് ഒക്കെ ചെയ്യാനുണ്ട്. ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു, എന്റെ ജോലി. ഇനി വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്റെ യൂട്യൂബ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് റവന്യൂ ഒന്നും ആയിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ പൈസ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. അതെനിക്ക് ആദ്യമായിട്ട് കിട്ടിയതിന് ശേഷം എന്തായാലും ഞാനൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലെന്ന് വെച്ചാൽ ഇവിടെ ആരെങ്കിലും യൂട്യൂബേഴ്സ് ഇങ്ങനെ പൈസ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആദ്യത്തെ എൻ്റെ ചെയ്ത വീഡിയോസിനൊന്നും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഈ മില്യൺസ് ഒക്കെ വ്യൂ കിട്ടിയതിനൊന്നും എനിക്ക് പൈസ ഒന്നും കാണിക്കുന്നില്ല. എൻ്റെ എപ്പാന്ന് ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയത് അതിന് ശേഷമുള്ള പൈസ മാത്രമേ എനിക്ക് കാണിക്കുന്നില്ല. അതിന് മുന്നേ ഇല്ലെങ്കിലും വെള്ളത്തിൽ അരിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതറിയെങ്കിൽ അതൊന്നും എനിക്ക് പറഞ്ഞു തരണം. അപ്പം അത്രയുള്ളൂ. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളത് നാട്ടിലെപ്പാ വരുന്നത്. നാട്ടിൽ വരുന്നൊന്നും ഇപ്പം തീരുമാനമായിട്ടില്ല. നാട്ടിൽ പെട്ടെന്ന് തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ തെയ്യം സീസൺ നമ്മൾ എന്തായാലും പിടിക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ കുറിഞ്ഞി കളിയാട്ടത്തിന് എന്തായാലും നാട്ടിലുണ്ടാവണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ നടക്കൂല അല്ലേ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം അടുത്ത സീസണിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. 2 സീസണായി ഇങ്ങനെ മാറുന്നു. കാനഡ സീസണുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ. മെയിൻ കാര്യത്തിലേക്ക് വരാം. ആയിട്ട് പോലപ്പാ. ഇനിയാണ് മെയിൻ ക്വസ്റ്റ്യൻ. കോപ്പി ചെയ്യാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തളർത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അങ്ങ് ഇല്ലാണ്ടാക്കി കളിയാന്നില്ല ഇന്റൻഷനില്. അതായത് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണ്ട. പിന്നെ എന്നോട് പറയും ഞാനെല്ലാം നിർത്തിയെന്ന്. ഞാൻ ഇതോട് പോയിട്ട് ഇപ്പം
എനിക്ക് ഭയങ്കര സങ്കടമാകുമ്പോൾ ഞാൻ മിതുവോട് പോയിട്ട് ഞാൻ ചോദിക്കും, മിതു എൻ്റെ സൗണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണോ, അല്ല എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ ലാസ്റ്റ് ഡൗട്ടായി പോയി, ഞാൻ ഇങ്ങനെയല്ലേ സംസാരിക്കുക, അല്ല ഞാൻ എൻ്റെ ടോണിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ. അപ്പം മിതു ആയാലും എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ എന്താണോ നീ അതായിട്ട് നിൽക്കുക, അതിലിപ്പം വേറെ ആൾക്കാർ അവർക്ക് എന്നെ അറിയാത്ത ആൾക്കാരാണ് കമൻസ്, അതിനെ മൈൻഡാക്കേണ്ട കാര്യമില്ല. ഇതില്ല ഒരു കാര്യം മിതു എന്നോട് എപ്പോഴും പറയായിരുന്നു, മിതു ആയാലും വീട്ടിൽ നിന്നായാലും പറയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഗിവ് മീ സെക്കൻഡ്. അതാ ഒരു നമ്മൾ മൈക്കിൽ ഇപ്പം എൻ്റെ ഈ സൗണ്ട് പോലെ അല്ലല്ലോ അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെതായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ വേറെ ഒരാളെ കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും നേടാനും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഒരാളെ ശബ്ദം അനുകരിച്ചുകൊണ്ട് നമുക്ക് കുറേ നാളൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റില്ല. പിന്നെ ഞാൻ ആദ്യം പയ്യന്നൂർ ഭാഷ അധികം ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം പയ്യന്നൂരിലെ ഓഡിയൻസ് മാത്രം, പ്രത്യേകിച്ച് ഇപ്പൊ ഇവളുടെ മെയിൻ ആയിട്ടുള്ള ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇല്ലവരാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് സംസാരിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തി. പിന്നെ നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം കണ്ണൂർ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ പുതിയ പുതിയ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ്, ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിനെങ്കിലും ആൻസർ പറയാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പുതിയ പുതിയ കുറേ പരീക്ഷണങ്ങളും കുക്കിംഗ് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അമൃത. ബൈ ബൈ ബൈ.